നരേന്ദ്രമോദിയുടെ സ്വപ്നസംഖ്യയായ 400ലേക്ക് സീറ്റുകളുടെ എണ്ണം എത്തുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവന്നതോടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ബി.ജെ.പി. സർക്കാർ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഇനി മാറ്റമുണ്ടാകാൻ സാധ്യതയില്ല. 350 മുതൽ 41 വരെ സീറ്റുകളാണ് എൻ.ഡി.എ സഖ്യത്തിന് എല്ലാ സർവേകളും പ്രവചിക്കുന്നത്. യു.പി., ബീഹാർ, മധ്യപ്രദേശ് അടക്കമുള്ള ഹിന്ദി ഹൃദയഭൂമി ഇത്തവണയും ബി.ജെ.പിയെ കൈവിടില്ലെന്നാണ് സർവേകൾ സൂചിപ്പിക്കുന്നത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും ബി.ജെ.പി. വിജയക്കൊടി പാറിക്കുമെന്നാണ് എക്സിറ്റ് പോളുകൾ പറയുന്നത്. കേരളത്തിൽ ബി.ജെ.പി. അക്കൗണ്ട് തുറക്കുമെന്ന് വ്യക്തമായ സൂചനകൾ ലഭിച്ചതായി സർവേകൾ പറയുന്നു. ബി.ജെ.പിക്ക് 3 സീറ്റ് വരെ കേരളത്തിൽ ലഭിക്കുമെന്നാണ് സൂചന. തിരുവനന്തപുരം ബി.ജെ.പിക്ക് വിജയപ്രതീക്ഷയുള്ള മണ്ഡലം തന്നെയായിരുന്നു. 64.40% വോട്ടിംഗാണ് ഇവിടെ നടന്നത്. പരമ്പരാഗത കോൺഗ്രസ് വോട്ടുകളുള്ള കോവളം ഉൾപ്പെടെ കടലോര മേഖലകളിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചത് കോൺഗ്രസിന് അനുകൂലമാണെങ്കിലും അതിനനുസൃതമായി നഗരമേഖലയിൽ വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചിട്ടുമുണ്ട്. 2018 തിരഞ്ഞെടുപ്പിൽ 15,470 വോട്ടിനാണ് ബി.ജെ.പി. നേതാവ് ഒ. രാജഗോപാൽ വിജയിച്ചത്. കടലോര മേഖലകളിൽ നഷ്ടപ്പെട്ടത് നഗരമേഖലകളിൽ തിരിച്ചുപിടിക്കാൻ ആകുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ കരുതുന്നത്. MP സ്ഥാനത്തിരുന്ന് നാടിനുവേണ്ടി ഒന്നും ചെയ്യാതിരുന്ന ശശി തരൂരിനെ സ്വീകരിക്കാനുള്ള വോട്ടർമാരുടെ വിമുഖതയും രാജീവ് ചന്ദ്രശേഖറിന് ഗുണകരമായി ഭവിച്ചേക്കും. IT മേഖലയിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ യുവാക്കളിൽ രാജീവ് ചന്ദ്രശേഖർ ചലനം സൃഷ്ടിച്ചിട്ടുണ്ട്. നഗരമേഖലയിലെ അനുകൂല സാധ്യതകളെ എത്രത്തോളം ഉപയോഗിക്കാൻ സാധിച്ചു എന്നതായിരിക്കും രാജീവിന്റെ വിജയഘടകം. വിജയപ്രതീക്ഷ നൽകുന്ന മറ്റൊരു മണ്ഡലം തൃശൂരാണ്. തൃശൂരിൽ 68.51% പോളിംഗ് നടന്നിരിക്കുന്നത്. ഇത് സുരേഷ് ഗോപിക്ക് അനുകൂലമാണെന്ന് കരുതാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2,93,822 വോട്ട് നേടി സുരേഷ് ഗോപി 2ാം സ്ഥാനത്തെത്തിയിരുന്നു. ഇത്തവണ സുരേഷ് ഗോപിക്ക് കാര്യങ്ങളെല്ലാം അനുകൂലമാണ്. നരേന്ദ്രമോദി നൽകിയ മികച്ച പിൻബലം, കഴിഞ്ഞ 5 വർഷമായി തൃശൂരിൽ നിറഞ്ഞുനിന്ന പ്രവർത്തനം, ഇടതു രാഷ്ട്രീയത്തിൽ തകർന്നുപോയ തൃശൂർ പൂരം പ്രശ്നങ്ങളില്ലാതെ അവസാനിപ്പിക്കാൻ നടത്തിയ ഇടപെടൽ, അങ്ങനെ വിജയസാധ്യത സുരേഷ് ഗോപിക്ക് അനുകൂലമാണ്. 36% ക്രിസ്ത്യൻ വോട്ടും 16% മുസ്ലിം വോട്ടും 48% ഹൈന്ദവ വോട്ടുകളുമുള്ള തൃശൂരിൽ ഹൈന്ദവ സമുദായ വോട്ടുകൾക്ക് പുറമെ നിന്ന് വോട്ടുകൾ സുരേഷ് ഗോപിയിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ്. ഇടതുമുന്നണിയുടെ മുസ്ലിം പ്രീണനത്തെ തുടർന്ന് അനാഥരായ ക്രിസ്ത്യൻ സമൂഹം ഒരു രക്ഷകനായി നരേന്ദ്രമോദിയെ കണ്ടാൽ സുരേഷ് ഗോപിയുടെ വിജയം സുനിശ്ചിതമാണെന്ന് പറയാം. ആലപ്പുഴയും മറ്റൊരു സാധ്യതയാണ്. ആലപ്പുഴയിലെ ഇത്തവണത്തെ വോട്ടിംഗ് ശതമാനം 72.47%. ആലപ്പുഴയിലെ തിളക്കമുള്ള സ്ഥാനാർത്ഥിയായിരുന്നു ശോഭ സുരേന്ദ്രൻ. മത്സ്യത്തൊഴിലാളികളും ഈഴവ സമുദായവുമാണ് ഇവിടെ വിജയം നിശ്ചയിക്കുന്നത്. പ്രബലമായ മുസ്ലിം വോട്ടുകൾക്കൊപ്പമോ അതിനു മുകളിലോ ഈ വോട്ടുകൾ വിഭാഗത്തിനുണ്ട്. ഈഴവ സമുദായക്കാരിയായതും SNDP നേതാവ് വെള്ളാപ്പള്ളിയുടെ നിർലോഭമായ സഹകരണവും മത്സ്യത്തൊഴിലാളികളും കയർ തൊഴിലാളികളും നൽകിയ സഹകരണവും ശോഭ സുരേന്ദ്രനെ വിജയത്തിലേക്ക് നയിച്ചേക്കും. എതിർ സ്ഥാനാർത്ഥി KC വേണുഗോപാൽ പ്രചരണത്തിൽ പോലും പിന്നിലായിരുന്നു. AICC ജനറൽ സെക്രട്ടറി ആയിട്ട് പോലും നെഹ്റു കുടുംബത്തിൽ നിന്ന് ഒരാൾ പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ല. ഇടതു സ്ഥാനാർത്ഥി AM ആരിഫ് മുസ്ലിം വോട്ടുകൾ സമാഹരിച്ചാലും കടലോര മേഖലയും SNDPയും ശോഭയ്ക്ക് കരുത്തു പകർന്നേക്കും. തിരഞ്ഞെടുപ്പിന് 48 മണിക്കൂർ മുമ്പ് പ്രതിപക്ഷം ശോഭയ്ക്കെതിരെ കൊണ്ടുവന്ന ആരോപണം ഫലത്തിൽ ശോഭയ്ക്ക് ഗുണകരമായാണ് ഭവിച്ചത്. കമ്മ്യൂണിസ്റ്റ് നേതാവും മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത സഹപ്രവർത്തകനുമായ EP ജയരാജൻ അടക്കമുള്ളവർ CPM വിട്ട് BJPയിലേക്ക് വരാൻ ആഗ്രഹം പ്രകടിപ്പിച്ചുവെന്ന ആരോപണം CPMന് തന്നെ വിനയായി. തിരഞ്ഞെടുപ്പ് ദിവസം രാവിലെ മുഖ്യമന്ത്രി അത് സത്യമാണെന്ന് പരസ്യമായി പറഞ്ഞതോടെ ഇടതുകോട്ടയിലെ വിള്ളലുകൾ പരസ്യമായി. ഇതെല്ലാം ശോഭ സുരേന്ദ്രന് അനുകൂലമായേക്കുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് BJPക്ക് അനുകൂലമായ മണ്ഡലമായി ആലപ്പുഴയെയും കരുതാവുന്നതാണ്. ആറ്റിങ്ങലടക്കമുള്ള വിവിധ മണ്ഡലങ്ങളിൽ BJP വിജയപ്രതീക്ഷ പുലർത്തുന്നുണ്ട്. എന്തായാലും ജൂൺ 4 തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന്റെ ആകാംക്ഷ വർദ്ധിക്കുക തന്നെയാണ്.